സബ്വേ സർഫർ, ടെമ്പിൾ റൺ പോലെയുള്ള ഗെയിംസ് എൻഡ്ലെസ് റണ്ണർ ഗെയിംസ് ആണ്. അതായത് ജസ്റ്റ് കോയിൻസ് കളക്ട് ചെയ്യുക, ഇടയ്ക്ക് വരുന്ന ഒബ്സ്റ്റക്കിൾസിൽ നിന്ന് മാറി നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും ദൂരം ഓടി സ്കോർ ചെയ്യണം. നമ്മൾക്ക് ഇതേപോലെ ഒരു സിമ്പിൾ എൻഡ്ലെസ് ഗെയിം കേരളത്തിൽ സെറ്റ് ചെയ്ത രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നോക്കിയാലോ? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ സെറ്റ് ചെയ്ത എൻഡ്ലെസ് റണ്ണർ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾക്ക് ഗെയിം പ്ലാൻ വേണം. ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു എൻഡ്ലെസ് റണ്ണർ ഗെയിമാണ്. ലെവൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ളതുപോലെയാണ്. ഇടയ്ക്ക് ഒബ്സ്റ്റക്കിൾസ്, കോയിൻ കളക്ട് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളും വേണം. അതിൻ്റെ റെഫറൻസ് ആയിട്ട് ഇതാണ് എടുക്കുന്നത്. ഈ സ്ഥലം ഇങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ നിന്നാൽ കുറേ സമയം എടുക്കും. ഇതേപോലെ ആ നടുക്കുള്ള വഴിയിൽ നമ്മളുടെ ക്യാരക്ടർ ഓടുന്നത് പോലെയും രണ്ട് ഭാഗത്തു കൂടെ കുറേ കാര്യങ്ങൾ ലൈക്ക് ഗ്രാസ്, വീട് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾക്ക് ക്യാരക്ടർ വേണം. ഈ ഗെയിമിൽ ക്യാമറ ബാക്ക് സൈഡിലാണ് ഉണ്ടാവാൻ പോകുന്നത്. സോ ക്യാരക്ടറിൻ്റെ ഫേസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനുവേണ്ടി നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു ക്യാരക്ടറിന് എടുക്കാൻ പോവുകയാണ്. സോ ഈ ഒരു ക്യാരക്ടർ നമ്മളുടെ ഗെയിമിന് കറക്റ്റ് ആയിരിക്കും. സോ ഇവനെ നമ്മൾക്ക് പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. മേലെ ജാക്കറ്റുള്ള മോഡൽ നമ്മൾക്ക് വേണ്ട, അതുകൊണ്ട് ഇത് ചൂസ് ചെയ്യാം. മുഖം കാണാൻ ടെററായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ക്യാമറ ബാക്ക് സൈഡിലായത് കൊണ്ട് മുഖം കാണാൻ പോകുന്നില്ല. ക്യാരക്ടറിന് പിന്നീട് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാം. ഇപ്പോൾ ഇവനെ ആനിമേറ്റ് ചെയ്യണം. നമ്മൾക്ക് രണ്ട് ആനിമേഷൻസാണ് വേണ്ടത്, ഒന്ന് ഓടുന്നതും രണ്ട് ചാടുന്നതും. സോ ഇതിനു വേണ്ടി ആദ്യം ക്യാരക്ടറിനെ FBX ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം. എന്നിട്ട് മിറ്റ്സാമോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. മിറ്റ്സാമോയിൽ ഇമ്പോർട്ട് ചെയ്ത് റിഗ്ഗിങ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ റണ്ണിങ്ങിന് വേണ്ടി ഈ ആനിമേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞ് അത് എക്സ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് ജമ്പിങ്ങിന് ഈ ഒരു ആനിമേഷനും. ഇത് രണ്ടും അൺറിയൽ എഞ്ചിനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും പക്കയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. ക്യാരക്ടറിൻ്റെ ആനിമേഷൻ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇവനെ ഗെയിമിലെ ക്യാരക്ടറാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു ക്യാരക്ടർ ബ്ലൂ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് നമ്മുടെ ക്യാരക്ടറിനെ വെച്ച് റീപ്ലേസ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ക്യാരക്ടറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയ കൺട്രോളർ ബ്ലൂ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിലാണ് നമ്മൾ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. സോ ഗെയിം മോഡിൻ്റെ വർക്ക്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാരക്ടറിന് ക്യാമറ സെറ്റ് ചെയ്യണം. ഈ ക്യാമറ വ്യൂവിലായിരിക്കും നമ്മൾ ഈ ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓബിയസ്ലി ബാക്ക് സൈഡിൽ നിന്ന് വേണം കൊടുക്കാൻ. ക്യാമറ വ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മൂവ്മെൻറ്റ് കൊടുക്കണം. എച്ച് ഡയറക്ഷനിൽ, അതായത് ഫ്രണ്ടിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് എച്ചിന് വാല്യൂ കൊടുക്കാം. ബ്ലൂ പ്രിൻറ്റിൽ ഈ ഒരു ഭാഗത്ത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഗെയിമിൻ്റെ സ്പീഡും മാറുന്നതായിരിക്കും. ഇനി മിറ്റ്സാമോയിൽ നിന്നെടുത്ത ആനിമേഷൻസ് ഇതിന് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ആനിമേഷൻ ബ്ലൂ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത ആനിമേഷൻസ് ഇതിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ അവിടെയാണ് ഒരു പ്രശ്നം വന്നത്. ഒരു പ്രാവശ്യം ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആനിമേഷൻ ഫ്രീസ് ആവുന്നു. അത് ശരിയാക്കിയപ്പോൾ ഇതേപോലെയായി. ഇത് രണ്ടും ചെറിയ പ്രശ്നമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റി. ആനിമേഷൻ്റെ വർക്ക് തീർന്ന സ്ഥിതിക്ക് നെക്സ്റ്റ് ലെവൽ ഡിസൈനിലോട്ട് പോകാം. അതിനു മുന്നേ ഇത് എൻഡ്ലെസ് റണ്ണർ ഗെയിം ആയതുകൊണ്ട് വേൾഡ് തന്നാലേ ജനറേറ്റ് ആവണം. അതേപോലെ ബാക്ക് സൈഡിലുള്ളത് ഡിലീറ്റ് ആയി പോകണം. അതിനുവേണ്ടി ഒരു എൻഡ്ലെസ് വേൾഡ് മാപ്പ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്കാവുന്നുണ്ട്. ഇനി ലെവൽ ഡിസൈനിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ അസറ്റ്സ് എടുത്തു. അതിനു മുന്നേ ഗ്രാസ്, ട്രീസ് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തു. നോർമലി ഗ്രാമമാണെന്ന ഫീല് നൽകാൻ പഴയ കള്ള് ഷോപ്പ്, ഹോട്ടലിൻ്റെ ബോർഡ്സൊക്കെ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്തു. ചെറിയ സമയം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അധികം ഡീറ്റെയിലിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയില്ല. ഓൾസോ പുക, തീ പോലെയുള്ള എഫക്ട്സും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് വർക്കാവുകയാണെങ്കിൽ ഗെയിമിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീൽഡ് നമ്മൾക്ക് കിട്ടും. ലെവൽ ഡിസൈൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്യാരക്ടറിൻ്റെ ഷർട്ടിൽ പ്രിൻ്റ് ആഡ് ചെയ്തു. നമ്മുടെ ചാനലിൻ്റെ പേരും കൂടി ചേർത്താണ് പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമ്മൾക്കൊരു സ്കോർ സിസ്റ്റം വേണം. അതിന് ഈ മൂലയിലായിട്ടാണ് വേണ്ടത്. സോ അതിനൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓൾസോ കുറച്ച് കോമിക്കലായിട്ടുള്ള കസ്റ്റം ഫോണ്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. വെയിറ്റ് ഒരു മിനിറ്റ്, സ്കോർ കിട്ടണമെങ്കിൽ കോയിൻ കളക്ട് ചെയ്യണ്ടേ? നമ്മൾക്ക് കോയിന് പകരം പഴം വച്ച് നോക്കിയാലോ? സോ ഇതാണ് നമ്മളുടെ പഴം. ഇവനെ കളക്ട് ചെയ്ത് വേണം നമ്മൾ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ. പഴത്തിന് സൗണ്ട് സിസ്റ്റവും ആ റൊട്ടേറ്റിംഗ് ആനിമേഷനും ആഡ് ചെയ്തു. സോ ഇതായിരിക്കും നമ്മൾ നമ്മുടെ പഴം കളക്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ?
അത് കഴിഞ്ഞ് ആ സ്കോർ വിഡ്ജറ്റും കൂടി അപ്ഡേറ്റ് ചെയ്തു. കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സോ ഇത് കിട്ടിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ ശ്രമിച്ച പ്രൊജക്റ്റ് ആണ്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും പോരായ്മകളൊക്കെ ഉണ്ടാകും. ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഈ വീഡിയോന് നല്ലൊരു റെസ്പോൺസ് കിട്ടിയാൽ ഈ ഒരു സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഗെയിം ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെയുള്ള വീഡിയോസിൽ ഏതെങ്കിലും ഗെയിം റീക്രിയേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഗെയിംസ് കേരളത്തിൽ സെറ്റ് ചെയ്ത പോലെ ഇതുപോലെ റീക്രിയേറ്റ് ചെയ്യാനോ ശ്രമിക്കാം. സോ ഗെയിം പ്ലേ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഈ വീഡിയോ പറ്റുന്നത്ര ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.